ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഒനിയൻ. ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പായസങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒന്നാണ് സേമിയ പായസം. ബാക്കി എല്ലാത്തിനും ഒത്തിരി ടൈമൊക്കെ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ പായസമൊക്കെ ഇപ്പോൾ നമ്മൾ സ്ഥിരം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സേമിയ പായസം എങ്ങനെയാണ് സിമ്പിളായിട്ട് റെഡിയാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ പായസം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ഞാനിവിടെ ശർക്കര ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കര നമ്മുടെ മഞ്ഞ ശർക്കരയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് കളറുള്ള ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ എല്ലാവരും പഞ്ചസാര വെച്ചിട്ടാണ് സേമിയ പായസം ഉണ്ടാക്കുന്നത്. ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശർക്കര വെച്ചിട്ടാണ് കാണിക്കുന്നത്. അടുത്തായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യ് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി മുന്തിരി നമ്മൾ ആദ്യം വറുത്തൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ മുഴുവൻ കശുവണ്ടിയാണ് എടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു കളർ ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് മുന്തിരി ആ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വെർമിസെല്ലി ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾ വറുത്ത വെർമിസെല്ലിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഞാൻ ഇവിടെ വറുത്ത വെർമിസെല്ലി അല്ല എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളർ നല്ലൊരു ബ്രൗണിഷ് കളർ ആവുന്നവരെ നമുക്ക് ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ വെർമിസെല്ലി നന്നായിട്ട് വറുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു കളർ ആവുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വെർമിസെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാല് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ എടുത്തേക്കുന്ന 1 ലിറ്റർ പശുവിൻ പാലാണ്. അതിലേക്ക് 1/2 ലിറ്ററോളം വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അത് ഗ്യാസിലേക്ക് വെച്ച് നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഇടയ്ക്കൊന്ന് പാട ചൂടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എടുത്തേക്കുന്നത് ശർക്കരപ്പാനിയാണ്. അപ്പോൾ ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ശർക്കരപ്പാനിയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് അടി പിടിക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെർമിസെല്ലി വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെർമിസെല്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെർമിസെല്ലി ഞാനിവിടെ എടുത്തേക്കുന്നത് 200 ഗ്രാമാണ്. അപ്പോൾ വെർമിസെല്ലി ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെർമിസെല്ലി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി വെർമിസെല്ലി ആ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു അരമണിക്കൂറോളം ടൈം എടുക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. പാലും വെർമിസെല്ലിയൊക്കെ കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 1/4 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് തേങ്ങാപ്പാലും കൂടി ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. തേങ്ങാപ്പാലിന് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു തിക്കനെസ് കിട്ടും നമ്മുടെ പായസത്തിന്. നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസം തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തത്. അതിലേക്ക് നമ്മൾ കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏലക്ക പൊടിച്ചതും കൂടെ അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ആ പായസത്തിൻ്റെ ചൂടിൽ നന്നായിട്ട് ഉരുകി അലിഞ്ഞ് അതിനോട് ചേർന്നോളും.
നമുക്കിത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ടൈമൊന്നും എടുക്കാതെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സേമിയ പായസം റെഡിയാക്കി നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇതുണ്ടാക്കി നോക്കാവുന്നതാണ്. നമ്മളിവിടെ ചെയ്തതിൽ തേങ്ങാപ്പാൽ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പശുവിൻ പാൽ തന്നെ വെച്ചിട്ടായാലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ സേമിയ പായസം ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.